ആ മനുഷ്യന്റെ പ്രസ്താവന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയ വലിയ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാൻ അത് കാരണമാകുമായിരുന്നു. പക്ഷേ ആ മനുഷ്യന്റെ ഏറ്റവും ഉജ്ജ്വലമായ പ്രസ്താവന വന്നു, സംയമനത്തിന്റെ, സമചിത്തതയുടെ പ്രസ്താവന. എന്തുകൊണ്ടാണ് നേതാവ് അങ്ങനെ തന്നെ നിൽക്കണം? അനുയായി പറയുന്നത് പോലെ പറയാനല്ല നേതാവുള്ളത്. ഒരുപക്ഷെ അന്നൊക്കെ നമ്മളെല്ലാവരും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും, എന്താണ് ഈ തങ്ങൾ പറയുന്നത്? ഇപ്പോ ഈ സമയത്ത് സമാധാനം വേണമെന്നാണോ? അത് തന്നെയാണ് ആ വലിയ തങ്ങളോട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അല്ലാഹുവിന്റെ റസൂലേ, ഇപ്പോ സമാധാനത്തെ കുറിച്ചാണോ എന്ന് പറയുന്നത്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. അത് കഴിഞ്ഞു പോകുമ്പോഴാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ, നാം ഒരു വലിയ വിജയം സമ്മാനിച്ചു കഴിഞ്ഞിട്ടോ, നാം ഒരു വലിയ വിജയം അങ്ങേക്ക് തന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ 2 കൊല്ലം കഴിയുമ്പോ ഞാൻ ഈ പറഞ്ഞ 2 ഗോത്രങ്ങൾക്കിടയിൽ വലിയ പ്രശ്നം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ സഖ്യമുന്നണിയായിട്ടുള്ള ഗോത്രവർഗത്തെ ശത്രുപക്ഷം ആക്രമിച്ചോടുകൂടെ അതിന്റെ പരാതി എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇതാ ഇപ്പോ ഈ കരാർ പൊളിഞ്ഞിരിക്കുന്നു, ഇതുവരെ ഉണ്ടായിരുന്ന കരാർ ഇതാ പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മൾ ഒരുങ്ങുക, മക്ക വിജയത്തിന് ഒരുങ്ങുക. The triumph of the victory of Makkah, മക്കയുടെ മഹാവിജയത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുക. ആ വിജയത്തിന് വേണ്ടി 10,000-ഓളം വരുന്ന സഹാബാക്കളെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കാൻ. അതിനു മുമ്പ് അബൂ സുഫിയാൻ ഉൾപ്പെടെയുള്ളവർ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി വീട്ടിൽ വന്നപ്പോ ഉമ്മു ഹബീബ മോളുടെ വീട്ടിൽ വന്ന് റസൂലുള്ളാഹിയുടെ കസേരയിൽ അറിയാതെ അബൂ സുഫിയാൻ ഇരുന്നു. അപ്പൊ പറഞ്ഞു, ഈ മോൾ തന്റെ വാപ്പാനോട് പറയാൻ, എണീക്കടോ, എണീക്ക്, ആ കസേരയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല. മോളെ, നീ എന്താ പറയുന്നത്? ആ കസേര ആരുടേതെന്നറിയോ? അത് മുഹമ്മദ് മുസ്തഫയുടെ കസേരയാണ്. പരിശുദ്ധ റസൂൽ ഇരുന്ന ഈ ഇരിപ്പിടത്തിൽ താങ്കൾക്ക് ഇരിക്കാൻ യോഗ്യതയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവേ, അവിടെ നിന്ന് എണീക്കണം. മോളുടെ മുമ്പിൽ നിന്ന് തലകുനിച്ചു പോയി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് വലിയ ഇസ്ലാമിന് വലിയ സംഭാവന ചെയ്ത മഹാനാട്ടോ. നമ്മൾ ചില സമയത്ത് മറുപക്ഷത്ത് നിൽക്കുമ്പോൾ പറയുമ്പോൾ തർബീയത്ത് ചെല്ലാതെ പറഞ്ഞു, പക്ഷെ പിന്നെയൊക്കെ വലിയ സംഭവങ്ങളാണ് ഇവരെല്ലാവരും. അങ്ങനെ ഓരോരുത്തരെടുക്കും, സിദ്ദീഖിന്റെ, ഫാറൂഖിന്റെ, അലി ഇബ്നു അബീ താലിബിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഓരോരുത്തരെടുക്കൽ പോയിട്ട് ഒന്ന് റസൂലുള്ളാഹിനോട് പറയോ, ഒന്ന് മുഹമ്മദിനോട് പറയോ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു യുദ്ധത്തിന് ഒരുങ്ങരുതെന്ന് പറയോ. ആരൊന്നും മിണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടില്ല. ഉമർ ബിൻ ഖത്താബ് അവസാനം പറഞ്ഞു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ അറിയാനിട്ടാണ്. അവിടുന്ന് ഒരു തീരുമാനം എടുത്താൽ പിന്നെ ഞങ്ങൾക്കൊന്നും പോയി അത് തിരുത്താൻ പറ്റൂല. അങ്ങനെ തിരുത്തുവരുന്നെങ്കിൽ അന്ന് ആ സുലഹിയിൽ ഞാൻ തിരുത്തേനെ.